ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ദി പാഷനേറ്റ് മോം. ഞാൻ ഇന്ന് കുറച്ചധികം പരിപാടികളായിട്ട് പുറത്തോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു ജ്വല്ലറിക്കായിരുന്നു കേട്ടോ. എൻ്റെ വെഡ്ഡിങ് റിംഗ് ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു റിംഗാണ് കേട്ടോ. എൻ്റെ ബ്രേസ്ലെറ്റുമായിട്ടും കുറച്ചധികം മാച്ച് ചെയ്യുന്നതും ഈ ഒരു റിംഗാണേ. വെഡ്ഡിങ് റിംഗ് ആക്ച്വലി നെയിമൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നെയിം റിംഗ് വേണ്ട, നോർമൽ റിങ് തന്നെ മതി എന്നുള്ള രീതിക്ക് ഇങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാഷ്വൽ യൂസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലിന് വേണ്ടിയിട്ടായിരുന്നേ. ഇത് റയോണിലാണ് കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കോട്ടൺ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ കണ്ട സമയത്ത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ ഞാനൊരു 3 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ചെറിയൊരു ഗോൾഡൻ ഗ്ലേസിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന റയോണിലുള്ള കളക്ഷൻസ് ആയിരുന്നേ. പക്ഷേ എനിക്കെന്തോ പോയപാട് അതായിരുന്നു കേട്ടോ ഇഷ്ടമായത്. ഇത് കോട്ടൺ ആയിരുന്നു കേട്ടോ. കോട്ടണിലും അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കസ്റ്റമറിനുള്ളൊരു മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നേ. അവർ സെക്കൻഡ് ഓർഡറാണ് കേട്ടോ എനിക്ക് തരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്ത മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ. ഇതിൽ ഒരു ഷോർട്ട് ലെങ്ത് ടോപ്പും അംബ്രല്ല പ്ലാസോവും പിന്നെ അതുപോലെ ഒരു ഷോള് കൂടി ചെയ്യാനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആളുടെ ഫസ്റ്റ് ഓർഡർ എൻ്റെ പേജിലെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഡ്രസ്സായിരുന്നേ. ഇതിൽ ചെയ്തിട്ടുള്ള കസ്റ്റമർ വെയർ ചെയ്ത ഫോട്ടോ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫൈനൽ ലുക്കോട് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ പോയത് പിന്നെയും എനിക്കുള്ള മെറ്റീരിയൽ തന്നെ നോക്കാനായിരുന്നു. വേറെ ഷോപ്പിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഹോം ടൗണിലൊക്കെ ഇങ്ങനെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ കണ്ടപാടെ അതെടുത്തു. പിന്നെ ഈ ഒരു ലേസ് റാൻഡമായിട്ട് കണ്ടപ്പോൾ എടുത്തതാണ്. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന കോട്ടണിലുള്ള കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മെറ്റീരിയലിലുള്ള പാൻറ്റാണ് കേട്ടോ നോക്കുന്നത്. ഇതും ഞാൻ ഇന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിൽ എനിക്ക് ഡാർക്ക് ഷെയ്ഡാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. പിന്നെ ഇതിനുള്ള പാൻറ്റിൻ്റെ മെറ്റീരിയൽ കൂടിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇനി എടുത്ത മെറ്റീരിയൽസൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ്ലി ഈ ഒരു മെറ്റീരിയൽ ഓഫ് കോഴ്സ് നിങ്ങൾ കണ്ടു കാണും. ഇത് ഞാൻ ആക്ച്വലി ഓഫ് വൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പാൻറ് ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഭയങ്കര സീത്രൂ ആണ്. അപ്പോൾ നോർമൽ ലൈനിങ് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു റയോൺ ലൈനിങ് ആയിട്ട് ഈ ഒരു കോട്ടൺ മെറ്റീരിയലിന് വെക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും അത് ആക്ച്വലി സീത്രൂ ആണ്. പക്ഷേ ഒപ്പിക്കാം, കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം എടുത്തത് ഈ ഒരു മെറ്റീരിയലാണ്. ഇത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ ഒരു ടോപ്പ് തന്നെ ചെയ്യാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും 3 മീറ്റർ ആണ്. ഞാൻ എടുത്ത എല്ലാ മെറ്റീരിയലും 3 മീറ്റർ തന്നെയാണ് കേട്ടോ. ഇതിൽ ഈ ഒരു പാൻറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പ്ലാസോ സ്റ്റിച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ കണ്ടിരുന്നല്ലോ, ഇത് റയോണാണ്. ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസും ഞാൻ എടുത്തത് കോട്ടനാണ്. റയോൺ എടുത്തത് വൃത്തിയായിപ്പോയത് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ 2 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ ആക്ച്വലി നല്ല രീതിക്ക് അത് ചുരുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു യെല്ലോ ആണ് കേട്ടോ. യെല്ലോ എവിടെ കണ്ടാലും എൻ്റെ കണ്ണ് അപ്പം അങ്ങോട്ട് പോകും. യെല്ലോ, ബ്ലാക്ക്, ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഇതൊക്കെ എവിടെ കണ്ടതിനാലും എൻ്റെ കണ്ണ് അവിടത്തേക്ക് പോകും കേട്ടോ. നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു സമൂസ ലേസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൽ സീക്വൻസൊക്കെ വരുന്ന ടൈപ്പിലാണേ. ഏതെങ്കിലും ഒരു ഡ്രസ്സിന് വെച്ച് കൊടുക്കുക എന്നുള്ള രീതിക്ക് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ലേസാണ് കേട്ടോ. ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. ഏതിന് വെക്കുന്നുള്ള കാര്യം ആക്ച്വലി പ്ലാൻഡ് അല്ല, പക്ഷേ ഏതെങ്കിലുമൊക്കെ വെക്കാമല്ലോ. അപ്പോൾ കണ്ട് ഇഷ്ടമായപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു ഫ്ലോറലാണ് വാങ്ങിയത്. ഇത് നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡിസൈൻ ചെയ്ത് കൊടുക്കാം, കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്നത് കൊണ്ട് ഇൻ കേസ് എൻ്റെ ഡ്രസ്സിൽ യൂസ് ചെയ്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള പ്ലാനിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലേസ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതും അങ്ങനെ റാൻഡമായിട്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനിയത്തെ പരിപാടി എന്ന് പറയുന്നത് കസ്റ്റമർക്കുള്ള ഡ്രസ്സ് ഫസ്റ്റിൽ അത് ചെയ്ത് വെക്കാമെന്ന് കരുതി. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി ഭാരം അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മളുടേതൊക്കെ നോർമലി കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നെക്കാണ് കേട്ടോ ഫിനിഷ് ചെയ്യുന്നത്. നോർമൽ അധികം ആൾക്കാരും ക്രോസ് പീസ് അല്ലെങ്കിൽ സ്റ്റിഫ് നെറ്റൊക്കെ വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നോർമലി ഉള്ള ഡ്രസ്സസൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്ലെയിൻ നെറ്റിലൊക്കെ ആണെങ്കിലാണ് സ്റ്റിഫ് അല്ലെങ്കിൽ ക്രോസ് പീസൊക്കെ വെച്ച് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും എളുപ്പത്തിൽ നെക്ക് ചെയ്തെടുക്കാൻ ഈ ഒരു മെത്തേഡ് ഓക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ്ലെസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആം ഹോൾ കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സസ് ആയിട്ട് വരുന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം കേട്ടോ.
പിന്നെ അതിനുശേഷം ഇത് രണ്ടും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറിച്ചിടുമ്പോൾ നല്ല നീറ്റിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് നോർമലി ലൈനിങ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. അതിനിടയിൽ നമുക്ക് എക്സസൈസ് വരുന്ന എല്ലാ പോർഷൻസും കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നീറ്റിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ആം ഹോൾ കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ സ്ലീവ്ലെസ് അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നത്. സ്ലീവ്ലെസ് ആണെന്നുണ്ടെങ്കിൽ നെക്ക് ചെയ്തതുപോലെ തന്നെ നമ്മൾ ആം ഹോൾ കൂടി ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല നീറ്റിൽ തന്നെ ആം ഹോൾ കൂടി കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് കിഡ്സിന് വെയർ ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ ചെയ്തെടുത്ത പാൻറ്റ്. അംബ്രല്ല പ്ലാസോ ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഫ്ലെയറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ടൈപ്പിലാണ് സ്ലീവ്, ചെറിയൊരു പഫ് സ്ലീവ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്ലീറ്റ്സ് ഒക്കെ വരുന്ന ടൈപ്പിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പഫായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ സൈഡ് സ്ലിറ്റും കൂടി ഉണ്ട് കേട്ടോ. ഒരു ഷോൾ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ്. നെക്കിൻ്റെ പോർഷനിൽ വരുന്ന സ്ഥലത്ത് മാത്രം ചെറിയൊരു ബോർഡർ കൊടുത്തിട്ട് ബാക്കിയെല്ലാം കുറച്ച് വീതിക്ക് ഒരു 2.5 ഇഞ്ച് വീതിക്കൊക്കെ പ്ലീറ്റ് ചെയ്യുന്ന ടൈപ്പിലാണ്. ഇതാണ് കേട്ടോ നമ്മളെ കസ്റ്റമർ വെയർ ചെയ്തിരിക്കുന്ന ഫോട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നൈറ്റാണ്. ഹസ്ബൻഡ് വന്ന സമയത്ത് നമ്മളൊന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് തലശ്ശേരി കടൽപ്പാലമുള്ള ചായ സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല കിടിലം ചായയും അതുപോലെ തന്നെ നല്ല ചൂടുള്ള കല്ലുമ്മക്കായ് പൊരിച്ചതും കൂടി കിട്ടും കേട്ടോ. ചില സമയത്തൊക്കെ പോയാൽ കുറച്ച് പേരൊക്കെ പാട്ടൊക്കെ പാടി നല്ല വൈബാണ് കേട്ടോ. അവിടെ കടൽക്കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സമയം ഇരിക്കാനൊക്കെ. നമ്മൾ വാങ്ങിച്ചത് ഒരു കല്ലുമ്മക്കായും അതുപോലെ കട്ട്ലറ്റും പിന്നെ ചായയും ഒരു ബർഗർ ഉണ്ടായിരുന്നു കേട്ടോ. ബർഗറൊക്കെ ആവറേജ് ആയിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കട്ട്ലറ്റും കല്ലുമ്മക്കായി മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അവിടുത്തെ. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കര റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചായ കുടിച്ച് മഴയൊക്കെ പെയ്ത് വരുന്ന സമയത്ത് നല്ല രസമായിരുന്നു. ഇനി നമുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഡ്രസ്സസൊക്കെ ഒന്ന് കാണാം. ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഫസ്റ്റത്തെ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലേസ് ആഡ് ചെയ്ത സമയത്ത് നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 2 ഇഞ്ചിലോട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ചെയ്തിടുന്നതാണ് കേട്ടോ. പിന്നെ സ്ലീവിലോട്ട് വരുന്ന സമയത്ത് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തത്. നമ്മൾ ലേസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ ചെറിയൊരു സ്ലിറ്റ് കൂടി ഈ ഒരു ഡ്രസ്സിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും സ്ലിറ്റ് ഇല്ലാതെ ഫുള്ള് ഓപ്പൺ അല്ലാതെ കൊടുക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത് ഇങ്ങനെ കൊടുത്തതായിരുന്നു. ഇതിന് ചെറിയൊരു ബോർഡർ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നോർമൽ പ്ലാസോ ആണ് കേട്ടോ ഇത് ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ സെയിം ലേസ് തന്നെ നെക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വി നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് വൈഡായിട്ടാണ് ചെയ്തത്. ചൂടൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് വൈഡായിട്ടാണ് നെക്കൊക്കെ കൊടുത്തത്. പിന്നെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യോക്കിന് വരുന്ന സമയത്ത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൂടി കൊടുത്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്ലീവിലോട്ട് വരുന്ന സമയത്ത് ഇതിലും നമ്മളൊരു ലേസ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം ലേസ് തന്നെ, സമോസ ലേസ് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് വെച്ചതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഈ മെറ്റീരിയലിൽ ഓൾറെഡി ഒരു ഗോൾഡൻ ഗ്ലേസിങ് വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റയോൺ ആയിരുന്ന സമയത്ത് 2 പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇട്ട സമയത്ത് നന്നായിട്ട് ചുരുങ്ങി പോയിട്ടുണ്ടായിരുന്നു. കോട്ടണിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ യെല്ലോയിൽ ഈ ഒരു ടൈപ്പിലാണ് ചെയ്തത്. എല്ലാം എലൈനായിട്ട് തന്നെയാണ് ചെയ്തത്. ബാക്ക് എല്ലാം എലൈൻ തന്നെ കേട്ടോ. ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്താണ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൂ. നെക്ക് നമ്മളിതുപോലെ ഒരു സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഇതും നെക്ക് കുറച്ച് വൈഡായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെയ്തു വന്ന സമയത്ത് നമുക്ക് നെക്ക് കുറച്ച് ഡീപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെറിയൊരു മെറ്റീരിയലിൻ്റെ പീസ് കൊടുത്തിട്ട് നമ്മൾ നെക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് നെക്ക് നല്ല നീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്ലീവിൽ നമ്മൾ ഈ ഒരു ലേസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ലേസ് വന്നിട്ട്. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് നമ്മൾ ഇതിലും കൊടുത്തിട്ടുണ്ടായിരുന്നേ. ബാക്ക് ആസ് യൂഷ്വൽ നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെ എ ലൈനായിട്ടാണ് കൊടുത്തത്. ഇതിൽ നമ്മൾ സ്ലിറ്റ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. സ്ലിറ്റ് ഇല്ലാതെ ഓപ്പൺ അല്ലാത്ത ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും നല്ല വീതിക്ക് തന്നെയാണ്, നല്ല ഫ്ലെയർ ഉണ്ടായിരുന്നു കേട്ടോ. താഴെ ഭാഗത്ത് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ചെയ്തെടുത്ത ഡ്രസ്സാണ്. പാൻറ്റൊക്കെ ചെറിയൊരു രീതിക്ക് ഒരു 2 ഇഞ്ചിലൊക്കെ പാൻറ്റ് കാണുന്നുണ്ടായിരുന്നുള്ളൂ. അത്ര നല്ല ലെങ്ത്തിൽ തന്നെ നമ്മളിത് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ബാക്ക് ഇതുപോലെയാണ്. എയർലൈൻ അറിയാത്തവർക്കാണ് ഈ ബാക്ക് ഇതുപോലെ തന്നെ കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാ ടോപ്പിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സ്, ഇത്
നമ്മൾ നോർമലായിട്ടാണ് ചെയ്തത്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ എ ലൈനാണ് ഇതിൽ ചെയ്തത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ആയിട്ട് തന്നെ. ഫ്രണ്ടിൽ ജസ്റ്റ് നമ്മൾ ലേസ് ആഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും നമ്മളിതിൽ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഓപ്പണൊന്നും ഇല്ലാതെ കൊടുത്ത ഒരു ടോപ്പാണ്. സ്ലീവിൽ ഈ ഒരു ലേസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ശരിക്കും ഇതിൽ ഒരുപാട് കൊത്തുപണികൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ തന്നെ നല്ല ക്ലാസ് ആയിട്ടായിരുന്നു കേട്ടോ ഇത്. നെക്കിൽ ഇതുപോലെ സെയിം ലേസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഡ്രസ്സസിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് ഇഷ്ടമായെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.